മെക്കഡാമിയ ഇൻഷ്യൽ വാനില ഫ്ലേവർ നെസ്റ്റോന്ന് വാങ്ങിയതാണ്. നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇങ്ങനെ പാക്കറ്റിൽ 2 കീ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ കീ വെച്ചിട്ടാണ് ഈ ഷെല്ല് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നെറ്റ് കഴിക്കേണ്ടത്. എല്ലാവർക്കും അറിയുണ്ടാവും, നല്ല ട്രെൻഡിങ്ങിൽ പോണതാണല്ലോ. അപ്പോൾ നമ്മളൊന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കാൻ കരുതി. വാനിലയുടെ ഫ്ലേവർ തന്നെയല്ല. അല്ലല്ല, നെറ്റാണ്. ഇപ്പൊ നമ്മള് ഇതൊക്കെ കാഷ്യൂ നെട്ടും അങ്ങനെയൊക്കെ ഇല്ലേ, അതേപോലെ സെന്റർ കൊടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ ചെറുതല്ലേ. അതാ നന്നാക്കി കുടിക്കും. സെന്റർ എവിടെ നോക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവണില്ലേ. നല്ലാണ്ട് കേട്ടിട്ടുണ്ട്. തിരിച്ചാ മതി. ഇത് അതിന്റെ വരെ കേറ്റണം. എത്ര വരെ പൊട്ടിക്കാനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ തിന്നാന് 2 വട്ടമൊക്കെ തിന്നാ പിന്നെ മടുപ്പ് വരും. പാൽപ്പൊടിയൊക്കെ തിന്നണ മാതിരി തന്നെ. എന്നാലും 10 റേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 അത് മതി. പൊട്ടിക്കാനുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ. കാണാനും രസമുണ്ട്. പിന്നെ ഇതിന്റെ തോടൊക്കെ എന്തെങ്കിലും ആർട്ടൊക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. നല്ല ഇതുണ്ടല്ലേ, ഉറപ്പ് ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താന്നുള്ള അറിയില്ല. ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യട്ടോ. ട്രൈ ചെയ്യാം. എനിക്കെന്താ പറയുന്നത്, എന്തോ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ബദാം വെള്ളത്തിൽ വെച്ച ടേസ്റ്റ് ആണ്, തേങ്ങ ഉണക്കിയ ടേസ്റ്റ് ആണ്. അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ്. തേങ്ങ കൊപ്രന്റെ ഒക്കെ ഒരു ടേസ്റ്റ്. പക്ഷെ എല്ലാവർക്കും എങ്ങനെ അറിയില്ലല്ലോ. നമ്മളത് എങ്ങനെയാണ്, വലിയ രസമൊന്നുമില്ല. ഈ അടുക്കളയിൽ ഉണ്ടാവും ഡേറ്റ് കഴിഞ്ഞ പാൽപ്പൊടി കട്ടായിട്ട് അതുവരെ തിന്ന ആളാണ് ഈ കിടക്കണത്. പാൽപ്പൊടിന്റെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റൂല. ഡേറ്റ് കഴിഞ്ഞ പാൽപ്പൊടി എങ്ങനെ ഉണ്ടാവും, കട്ടായിട്ട്. അങ്ങനത്തെ ഒരു കട്ട കുത്തിയൊരു ടേസ്റ്റ് തന്നെയാണ്. ചിലത് ഇങ്ങനെ മെക്കഡാമിയ. അപ്പൊ ശരി.